കേരള ഒരു ആർക്കിടെക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു കൺവെൻഷണൽ സ്റ്റൈൽ എന്ന് പറയുന്നത് ഓട്, അതായത് ആ റൂഫും ഒരു നില വീടും അങ്ങനെയുള്ളൊരു സ്റ്റൈലിൽ നിന്നാണ് നമ്മൾ വന്നത്. അപ്പം അവിടെ നിന്ന് ഒരുപാട് ട്രാൻസിഷൻസ് നമ്മുടെ ആ ഒരു ആർക്കിടെക്ചർ, നമ്മുടെ ആ ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി പോയിട്ടുണ്ട്. അപ്പം ഈ ഒരു ട്രാൻസിഷനിൽ ഇപ്പോൾ വന്ന് നിൽക്കുന്ന ഒരു മേജർ സ്റ്റൈൽ എന്ന് പറയുന്നത് മാക്സിമം ഓപ്പണിങ്സും എയർ സർക്കുലേഷൻസും ലൈറ്റ് പോകുന്ന രീതിയിൽ, ലൈറ്റ് കിട്ടുന്ന രീതിയിലുള്ളൊരു സ്റ്റൈലാണ് ഇപ്പം ഒട്ടുമിക്ക പേരും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു സ്റ്റൈല് പ്രിഫർ ചെയ്യുമ്പോൾ, അതായത് ഈ ഓപ്പണിങ്സ് ഒക്കെ ഉള്ള ഒരുപാട് ലൈറ്റും എയർ സർക്കുലേഷനും ഒക്കെ വേണം എന്നുള്ള ആ ഒരു സ്റ്റൈല് പ്രിഫർ ചെയ്യുമ്പോൾ ഈ ഓപ്പണിങ്സും ഈ വെൻസും എയർ വെൻസും പിന്നെ ഡോഴ്സും വിൻഡോസും ഒക്കെ എവിടെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, ആ ഒരു സർക്കുലേഷൻ പ്രോസസ്സ് കറക്റ്റ് ആവും എന്നൊക്കെ ഉള്ള ഒരുപാട് കൺസേൺസ് വരും. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണിത്. ഇത് തിരുവനന്തപുരം മേനംകുളത്താണുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വീടിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു ഹോം ടോക്സ്. ദിസ് ഇസ് കൃഷ്ണേന്ദു. അപ്പം നമ്മളിപ്പോൾ ഈ വീടിൻ്റെ ലിവിങ്ങിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതൊരു ഫോമൽ ലിവിങ് സ്പേസ് ആണ്. ആൻഡ് ഇവിടെ ഒരു ഹൈലൈറ്റ് വാൾ ഉണ്ട്. ബ്രിക്സിന്റെ പാറ്റേൺ യൂസ് ചെയ്തിട്ടുള്ള, സ്റ്റാക്ക് ചെയ്തിട്ടുള്ള പാറ്റേൺ യൂസ് ചെയ്തിരിക്കുന്ന ഹൈലൈറ്റ് വാൾ ഉണ്ട്. പിന്നെ ഈ ഹൈലൈറ്റ് വാളിന് കണക്ട് ചെയ്തൊരു പ്രെയർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിനും ഒരു വാം ആയിട്ടുള്ള ഡിസൈൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്തായാലും ഈ വീടിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഇതിന്റെ ആർക്കിടെക്ചറിന്റെ അടുത്ത് തന്നെ ചോദിക്കാം. വി ഹാവ് അനു വിത്ത് അസ്. അനു, പ്ലീസ്. ഹായ് അനു. യെസ് അനു, അപ്പോൾ ഇതും അനുവിന്റെ ഒരു ടേസ്റ്റിൽ എപ്പോഴും ഉള്ള ഒരു സാധനം, ഫുൾ ഓപ്പൺ ആയിട്ട് ലൈറ്റ് കയറുന്ന രീതിയിൽ. സോ ഹൗ വാസ് ദി പ്രോജക്ട്? ഇതിന്റെ ക്ലയന്റ് പ്രൊഫൈൽ ഒന്ന് ബ്രീഫ് ചെയ്യുകയാണെങ്കിൽ, ജാഫറ്റ് ഏട്ടനും വൈഫ് ഡെഫിനി ചേച്ചിയും ഇവിടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് നാട്ടിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പാരന്റൽ ഹൗസ് ആയിട്ട് പ്ലാൻ ചെയ്തൊരു വീടാണ്. അപ്പോൾ ഒരുവിധം സമയത്തെല്ലാം അത്രയും അധികം ആളുകളില്ല, ഒന്നുകിൽ അവരുടെ പേരൻസ് രണ്ടുപേരും എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ അതിന്റെ ഒരു മിനിമം റിക്വയർമെന്റിൽ ചെയ്തൊരു പ്രൊജക്റ്റ് ആണ്. പക്ഷെ അവര് നാട്ടിൽ വരുന്ന സമയത്ത് കുറച്ച് ഫ്രണ്ട്സുമായിട്ടും കസിൻസുമായിട്ടും ഒക്കെ ഒരു ഗ്യാതറിങ്ങിനും അങ്ങനെയുള്ളൊരു ഭയങ്കരമായിട്ട് അങ്ങനെ പറ്റുന്ന ഒരു സ്പേസ് ആണ്. ആ ഫ്രണ്ടിലുള്ള കൂട്ടിയാടും എല്ലാം കൂടി നോക്കുമ്പോൾ ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട്. എവിടെയാണ് ശരിക്കും എൻട്രി, എക്സിറ്റ്, അതൊന്നും ഒരു കൺഫ്യൂഷൻ ഇല്ല. നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ആ ട്രാൻസിഷൻ പറ്റുന്ന ഒരു വീട്. അതെ, ഒരു ബാർബിക്യൂ നൈറ്റിനും ഒരു ഫ്രണ്ട്സ് മീറ്റപ്പിനും ഒക്കെ പറ്റുന്ന രീതിയിലായിരുന്നു ഡിസൈൻ ചെയ്തത്. ഇപ്പോ 1700 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ ഫ്ലോർ ഏരിയ വരുന്നത്. ഈ കഴിഞ്ഞ ഡിസംബറിന്, അതായത് 2023 ഡിസംബറിനാണ് കംപ്ലീറ്റ് ചെയ്ത് ഹൗസ് വാമിംഗ് കഴിഞ്ഞത്. ഏകദേശം ഒരു 55 ലക്ഷം രൂപ ഇന്റീരിയർ അടക്കം അങ്ങനെയാണ് ചെലവ് വരുന്നത്. 3 ബെഡ്റൂം അറ്റാച്ച്ഡ്. ഇതാണൊന്ന് ബ്രീഫ് ചെയ്യുകയാണെങ്കിൽ. ഡിസൈനും അനു തന്നെയാണ് ചെയ്തത്, ഇൻക്ലൂഡിംഗ് ഇന്റീരിയേഴ്സ് എല്ലാം. അപ്പം ഇന്റീരിയർ ഒക്കെ വളരെ മിനിമൽ ആയിട്ടാണ് എന്നുവെച്ചാൽ ഭയങ്കര മിനിമൽ ഡിസൈൻ ആണ്. നമുക്കിപ്പം ഒരുപാട് ക്ലംസി ആയിട്ട് ക്ലട്ടേർഡ് ആയിട്ട് ഇവിടെ വേറെ എലിമെന്റ്സ് ഒന്നുമില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പൊ അവിടെ ഒരു വിൻഡോ അങ്ങനെ. അപ്പൊ യെസ്, അപ്പം ഈ ഒരു നേരെ എനിക്കൊന്ന് സ്റ്റെയർ കേസിലേക്കാണ്. ലിവിംഗ് റൂം, ലിവിംഗ് സ്റ്റെയർ, ഡൈനിങ് എന്നുള്ള ഒരു വലിയ ഹോളിൽ ലിവിംഗ് ഡൈനിങ് സ്റ്റെയർ എന്നുള്ള രീതിയിലേക്കാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ലിവിംഗിന്നും ഡൈനിങ്ങിലേക്ക് ഒരു ചെറിയ സെപ്പറേഷൻ എന്നുള്ള രീതിയിലാണ് സ്റ്റെയർ ഇൻ ബിറ്റ്വീൻ സ്പേസ് ചെയ്തേക്കുന്നത്. കൂടാണ്ട് വലിയ മറയായിട്ടും ഫീൽ ചെയ്യുന്നില്ല. അതെ, വലിയ മറയായിട്ടും. അത് മറ ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് വെച്ചാൽ ആ ഒരു രീതിയിലേക്കാണ് ചെയ്തേക്കുന്നത്. പക്ഷെ അങ്ങനെ മറ വേണം എന്നുണ്ടായിരുന്നില്ല. ഒരു ഹോൾ ആവണം, പക്ഷെ അതൊരു വലിപ്പം. കാരണം ഇത് ഡബിൾ ഹൈറ്റ് 6 മീറ്ററിലേക്കാണ് വരുന്നത്. അപ്പൊ 6 മീറ്ററിലേക്ക് ഒരു ഫുൾ സ്പേസ് വരുമ്പോഴേക്കും അത് കുറച്ച്
ടവർ ലൈക്ക് ഫീലിംഗിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊന്ന് ബ്രേക്ക് ചെയ്തത് ഈ സ്റ്റെയറിന്റെ ഇത് വെച്ചിട്ട്. സ്റ്റെയർ ചെയ്തേക്കുന്നതും ഡോഗ് ലെഗ്ഡ് ആയിട്ടാണ് സ്റ്റെയർ വന്നേക്കുന്നത്. നമ്മൾ കയറി റൈറ്റ് ടേൺ എടുത്തിട്ട് ലാൻഡിങ് വന്ന് റൈറ്റ് ടേൺ എടുത്തിട്ട് പോകുന്നു. സ്റ്റെയറിന്റെ ലാൻഡിങ്ങിന്റെ അടിയിൽ നമ്മൾ ഇൻവെർട്ടറിനോ അങ്ങനെയൊക്കെ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അതും ഇതുമായിട്ട്, അതായത് അതിന്റെ ഒരു എക്സ്റ്റീരിയർ പോർഷനും മൊത്തത്തിലുള്ള വീടുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്ന രീതിയിൽ തന്നെ. അതെ അതെ, എക്സ്പോസ്ഡ് ആയിട്ടാണ് ബ്രിക്ക് വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ ഇതൊക്കെ ശരിക്കും ലാൻഡ്സ്കേപ്പ് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡീറ്റെയിലിംഗ് ഇനി വരാനുണ്ട്, കുറച്ച് ഡെക്കർ ഐറ്റംസ്. കാരണം ഇവര് നാട്ടിൽ വരുമ്പോഴേക്കും ചേട്ടനും ചേച്ചിയും നാട്ടിൽ വന്ന് ഫുൾ ഫ്ലെഡ്ജിൽ ഒരു താമസിക്കുന്ന ഒരു സമയത്തേക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ കയറും ഈ വീടിന്. ഇപ്പോഴേക്കും ഇത് കുറച്ച് വേക്കന്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഡൈനിങ്. അതെ അതെ, ഒരു 3 സീറ്റർ വളരെ മിനിമൽ ആയിട്ടൊരു ഡൈനിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡൈനിങ്ങിൽ തന്നെ അവർക്കൊരു ഷെൽഫ് സ്റ്റോറേജിനും ചെറിയൊരു പ്ലാന്റഡ് അക്വേറിയത്തിനൊക്കെ ഉള്ള ഒരു സ്പേസ് എന്നുള്ള റിക്വയർമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് ഒരു ആക്സസ്, പുറത്തേക്ക് നമ്മളുടെ പാറ്റിയോ സ്പേസിലേക്കും ഒക്കെ ഒരു ആക്സസ് കൊടുത്തിട്ടുണ്ട്. പാറ്റിയോ സ്പേസിന്റെ കാര്യം പറയുമ്പോൾ നമ്മളുടെ ആദ്യത്തെ, അതായത് യൂഷ്വലി നമ്മളുടെ എല്ലാ വീടുകൾക്കും നമ്മളൊരു സിറ്റ് ഔട്ട് കാണാറുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ലിവിംഗ് റൂമിലേക്ക് കയറും. ലിവിംഗ് റൂമിൽ നിന്ന് പിന്നെയും ഡൈനിങ്ങിലേക്ക് വന്ന് വീണ്ടും ഡൈനിങ്ങിൽ ഒരു പാറ്റിയോ ഉണ്ടാവും. ഇപ്പം ഈ ഒരു കേസിൽ നമ്മൾ ഇങ്ങനെ ചെയ്തതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ സിറ്റ് ഔട്ട് ചെയ്ത് വീണ്ടും പാറ്റിയോ ചെയ്യുന്ന ഒരു അഡീഷണൽ കോസ്റ്റ് നമുക്ക് ഒഴിവാക്കണം. സിറ്റ് ഔട്ട് മോസ്റ്റ്ലി ഇങ്ങനെയുള്ള വീടുകളിൽ പൊതുവെ അങ്ങനെ യൂസേജ് കാണുന്നില്ല. ഇപ്പൊ വല്ലപ്പോഴും വരുന്നൊരു അല്ലെങ്കിൽ പത്രം വായിക്കാനോ ഒക്കെ ആയിട്ടായിരിക്കും പലപ്പോഴും പ്രായമായിട്ടുള്ളവർ അല്ലെങ്കിൽ യൂസ് ചെയ്യുക സിറ്റ് ഔട്ട്. പക്ഷെ ഈ ഒരു പർപ്പസിനുള്ള ഈ വീടിന്, ഈ ഒരു ഫാമിലി സ്ട്രക്ചറിന് സിറ്റ് ഔട്ടിന്റെ പർപ്പസ് എനിക്ക് അത്രയും എവിഡന്റ് ആയിട്ട് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് സിറ്റ് ഔട്ട് തന്നെ നമ്മൾക്ക് പാറ്റിയോ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു അഡീഷണൽ കോസ്റ്റ് നമുക്ക് അവിടെ ചെലവാകുന്നില്ല. സംസാരിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അനു ഇവിടെ, അതായത് ഈ വീട്ടിലുള്ള മെമ്പേഴ്സിന് അവരുടെ ഓരോരുത്തരുടെയും ആറ്റിറ്റ്യൂഡ് അതും കൂടി മനസ്സിലാക്കിയാണ് ഡിസൈൻ ചെയ്തെടുത്തും പാരന്റ്സിന് വേണ്ടി ഇപ്പൊ ടി വി യൂസ് ചെയ്യുന്ന ആ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. ശരിയാണ്, ഇപ്പം എൽഡേഴ്സ് എപ്പോഴും പുറത്തേക്ക് ഇറങ്ങാതെ യൂസ് ചെയ്യുക, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയം മാത്രമായിരിക്കും അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും പലപ്പോഴും ഫുഡ് കഴിക്കുന്ന ടൈമിൽ അങ്ങനെ എന്തെങ്കിലും ക്ലബ് ചെയ്തിട്ടായിരിക്കും. അതിനു വേണ്ടി ഒരു സമയം സ്പെൻഡ് ചെയ്യണം എന്നില്ല. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ പാറ്റിയോ ഒന്ന് കോസ്റ്റ് അനാവശ്യമായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പല വീടുകൾക്കും ഇപ്പോ പൈസ അനാവശ്യമായിട്ട് നാട്ടിൽ സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. അവർക്കൊരു വീട് വേണമായിരിക്കും, ബേസിക് അവർക്ക് യൂട്ടിലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു വീട് വേണമായിരിക്കും. പക്ഷെ അധികം ഈ ഒരു മോണിറ്ററി ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങനെയായിട്ട് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവണം എന്നില്ല. അത് കാരണമാണ് ഈ ഒരു രീതി ചെയ്തത്. ഇത് നമുക്ക് പാറ്റിയോ ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ ആക്ട് ചെയ്യാം. ഇത് ക്ലോസ് വേണമെങ്കിൽ ഇതൊരു കോട്ടിയേഡ് ആക്കി ഇത് വേണമെങ്കിൽ ക്ലോസ് ചെയ്ത് ഫുൾ റൂഫ് ക്ലോസ് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് കിച്ചണിലേക്കും ആക്സസ് ചെയ്യും. കിച്ചണില് പൊതുവെ നമ്മൾ ചില എലമെന്റ്സ് നമ്മൾ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതില് ഈ കണക്ടിവിറ്റി, കിച്ചന്റെ കണക്ടിവിറ്റി നമ്മൾ എപ്പോഴും പറയാറുണ്ട്, കളയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ വീടുകൾ, അതായത് ചെറിയ വീടുകളല്ല, ചെറിയ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള വീടുകളായിരിക്കും പലപ്പോഴും ചെയ്യാം. അപ്പൊ ഒരിക്കലും കിച്ചന് പണ്ടത്തെ രീതിയിൽ അല്ലെങ്കിൽ ഒരു കൺവെൻഷണൽ രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത് ഒതുക്കി വെക്കേണ്ട കാര്യമല്ല എന്നുള്ള രീതിയിൽ, അത് ചിലപ്പോൾ ഒരു ആവറേജ് ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഒരാള് ഒരു ദിവസത്തിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം അവരെ ഒറ്റപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് എന്റെ ഒരു ഐഡിയോളജിയാണ്. അതുകൊണ്ട് തന്നെ കിച്ചണിൽ നിന്ന് ഡയറക്റ്റ് നമ്മളുടെ പാറ്റിയോയിലേക്ക് വ്യൂ ഉണ്ട്. കിച്ചണിൽ നിന്ന് നേരെ കയറുന്നത് കാണുന്നത് പാറ്റിയോയിലേക്കാണ്. വിൻഡോ തുറന്നിട്ടാല്, സ്ലൈഡ് ചെയ്ത് തുറന്നിട്ടാല് ഡയറക്റ്റ് വ്യൂ ഉണ്ട്. അപ്പൊ അവിടെ ആരെങ്കിലും ഒക്കെ ഗ്യാതറിംഗ് ഒക്കെ ഉണ്ടെങ്കിലും ഇവിടെയും കണക്ഷൻ ഉണ്ട്. ഈ ഡൈനിങ്ങിലെ സ്ലൈഡിംഗ് ഡോർ ത്രൂ നമ്മൾക്ക് ആക്സസ് ചെയ്യാം. ശരിക്കും ഈ വുഡ് വർക്കും ഈ കൊടുത്തിരിക്കുന്ന വാൾ ടൈലുമായിട്ട് ബ്ലെൻഡ് ആയി പോകും. നമുക്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അതൊരു എനിക്ക് തോന്നുന്നു ചാൻസ് എടുത്തതാണോ അതോ? ഇത് ക്ലയന്റിനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ടൈലായത് കാരണം നമ്മള് ആ കോമ്പിനേഷൻ വർക്ക്ഔട്ട് ചെയ്തെടുത്തതാണ്. കാരണം പിന്നെ ഇത് നമ്മൾക്ക് ഗ്രാനൈറ്റ് തന്നെ പോകുന്നുണ്ടായിരുന്നു, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ സ്റ്റോൺ അല്ല പോയത്. അപ്പൊ ഗ്രാനൈറ്റിന്റെ ആ ഒരു ബ്ലാക്ക് കളറിനോട് കോൺട്രാസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ മെർജ് ചെയ്ത് പോകുന്ന രീതിയിലേക്ക് ഒരു ടൈല് നമുക്ക് വേണമായിരുന്നു. ഈ ഗ്രാനൈറ്റ് ഇവിടെ പോയതിന്റെ ഒരു റീസൺ
മുന്നേ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടുത്തെ യൂസേജ് അല്ലെങ്കിൽ മെയിൻ്റനൻസ്. ഗ്രാനൈറ്റ് എപ്പോഴും ഒരു സേഫർ ഓപ്ഷൻ ആണ്. എങ്ങനെ പറഞ്ഞാലും ഈ കിച്ചൺ ടോപ്സ് നമ്മൾ പോകുന്ന നാനോവൈറ്റ്സ് പോലെയുള്ള കാര്യങ്ങളില് മെയിൻ്റനൻസിനായാലും ഒക്കെ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. നമ്മൾക്ക് ഗ്രാനൈറ്റ് ഒരു സേഫർ ഓപ്ഷൻ ആണ്. ഇവിടെ തന്നെ ലോഫ്റ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്, ഓവർഹെഡ് ക്യാബിൻസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹുഡും ഹോബ് കാണാത്ത രീതിയിലാണ് അവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. അതിന്റെ എക്സോസ്റ്റ് കാണാത്ത രീതിയിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് തന്നെ ആയിരിക്കും. അപ്പോ കുഞ്ഞിനെ രാവിലെ വിടുന്ന രീതിയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൾക്ക് ഭയങ്കര ഓപ്പൺ ആണ്. ഒത്തിരി യൂണിറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. ഫ്രിഡ്ജിനുള്ള സ്പേസ് ആ കോർണറിലാണ് കൊടുത്തിരിക്കുന്നത്. അത് വരാനുള്ളതേ ഉള്ളൂ. അവര് താമസം മാറുമ്പോഴേക്കൊക്കെ ഇതാണ് വർക്ക് ഏരിയ. ഇവിടെയും വർക്ക് ഏരിയക്ക് ഹാഫ് ഡോർ ആണ് പ്രിഫർ ചെയ്തിരിക്കുന്നത്. അത് ഇവിടുത്തെ കാറ്റ്, ഇതൊരു തീരദേശത്തിനോട് അടുത്ത സ്ഥലമാണ്. തീരദേശം എന്ന് പറയാനില്ലെങ്കിലും അടുത്ത് കടലുള്ള കാരണം കടൽക്കാറ്റ്, പകൽ സമയത്ത് കടൽക്കാറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ പ്രിവെയിലിംഗ് വിൻഡിന്റെ അത് നല്ല എവിഡന്റ് ആണ് ഈ തീരപ്രദേശം അല്ല, ഈ ഒരു വെസ്റ്റേൺ സൈഡ് ഓഫ് കേരളയിൽ അത് ഭയങ്കര എവിഡന്റ് ആണ്. അപ്പൊ അത് നമ്മൾക്ക് മാക്സിമം യൂസ് ചെയ്യണം. അത് ക്യാപ്ചർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഡോർ ആയാലും നമ്മളുടെ ആ പാറ്റിയോ ആയാലും അത് കറക്റ്റ് അതിന്റെ ഡയറക്ഷനിലാണ് നമ്മൾ ആ പാറ്റിയോ കൊടുത്തേക്കുന്നത്. അപ്പൊ ആ പാറ്റിയോയിൽ ഇറങ്ങിയിരുന്ന ഈവനിങ് ടൈമിലൊക്കെ നല്ല രീതിയിൽ കാറ്റ് കിട്ടും. താഴെ ഒരു ബെഡ്റൂമും പിന്നെ അതുപോലെ തന്നെ ഒരു കോമൺ വാഷ് ഏരിയ അല്ലേ? ബെഡ്റൂം അറ്റാച്ച്ഡ് ആണല്ലോ. ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല. ഈ കോമൺ വാഷ് പക്ഷെ കുറച്ച് പ്രൈവസി ഉള്ള രീതിയിലാണ്, കുറച്ച് പ്രൈവസി അല്ല, നല്ല രീതിയിൽ പ്രൈവസി ഉള്ള രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു ബെഡ്റൂമും ഒരു കോമൺ വാഷും ഒരു റിക്വയർമെന്റ് ആയിരുന്നു. അപ്പൊ ഒരു അഡീഷണൽ ടോയ്ലറ്റും കൂടെ കൊടുക്കുന്നതിനേക്കാളും, കാരണം ഇവിടെ അങ്ങനെ യൂസ് ഇല്ലാത്ത കാരണം നമ്മൾ അത് കോമണിന് പ്രൈവസി കൊടുത്തു. കാരണം ഈ ഒരു ബെഡ്റൂമിൽ തുറന്ന് കോമൺ വാഷ് ആക്സസ് ചെയ്യുന്ന ആളെ കാണില്ല, ലിവിംഗിൽ ഇരിക്കുന്ന ആളോ ഡൈനിങ്ങിൽ ഇരിക്കുന്ന ആളോ കാണില്ല. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ടോയ്ലറ്റിന്റെയും ആ ഒരു ഏരിയയും പിന്നെ സാനിറ്ററി വെയറിന്റെയും ആ ഒരു കോസ്റ്റ് കട്ട് ചെയ്ത് നിൽക്കും. ഇത് പാരന്റ്സ് ബെഡ്റൂം എന്നുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഫുൾ ലെങ്തില് വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സ്പേസ് ഉള്ള രീതി തന്നെ. അതെ. ലോഫ്റ്റ് വേണമെങ്കിൽ പ്രൊവിഷൻ കൊടുക്കാം നമ്മൾക്ക്. സ്റ്റോറേജിന് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ലോഫ്റ്റിന് പ്രൊവിഷൻ കൊടുക്കാം. വിൻഡോസ് ക്രോസ് വെന്റിലേഷനും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോമൺ വാഷും കോമൺ ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തൊട്ടപ്പുറത്താണ് ഡൈനിങ് ഏരിയ. പക്ഷെ ഡൈനിങ് ഏരിയയില് ഫുഡ് കഴിക്കുമ്പോഴും നല്ല രീതിയിൽ ഒരു പ്രൈവസി കഴിവുമ്പോഴായാലും സൗണ്ട് കേൾക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു ഇതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു വാള് അറേഞ്ച് ചെയ്ത്. ഈ വോള് രണ്ട് പർപ്പസ് സെർവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വാഷ്റൂമിന് ഒരു ഫോയർ എന്നുള്ള രീതിയിൽ ഇത് ആക്ട് ചെയ്യുന്നുണ്ട് വിത്ത് ഒരു സ്റ്റോറേജ്. അതെ, ഇതാണ് ഈ ബെഡ്റൂം തുറന്ന് വാഷ്റൂം ആക്സസ് ചെയ്താലും കാണില്ല എന്ന് പറഞ്ഞത് ഈ ഒരു ഫോയർ ഉള്ള കാരണമാണ്. ഇത് 150 by 240 സ്റ്റാൻഡേർഡ് സൈസ് എല്ലാം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, വലുതല്ല, സ്റ്റാൻഡേർഡ് ആയിട്ട് സിംഗിൾ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. അതെ, സിംഗിൾ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു സിമെന്റ് മാറ്റ് ഫിനിഷ് ടൈലാണ്. ഞാൻ ഈ കേറി വന്നപ്പോഴേ ചോദിക്കാൻ വിചാരിച്ചതാണ്. ഇപ്പൊ പലയിടത്തും ഹൈലൈറ്റ്സ് ഉണ്ട്. അവിടെ ഒരു ഹൈലൈറ്റ് വാൾ ഉണ്ട്, ഇവിടെയും അങ്ങനെ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ യൂണിറ്റ്സും ഹൈലൈറ്റഡ് ആണ്. ഈ ഒരു ടീം ക്ലയന്റിന്റെ ഇഷ്ടമായിരുന്നു. ഒരു എക്സ്പോസ്ഡ് സിമെന്റ് ബ്രിക്ക് തീം എന്നുള്ളത് ഒരു ക്ലയന്റിന്റെ പേഴ്സണൽ പ്രിഫറൻസ് ആയിരുന്നു. പിന്നെ ഈ സിമെന്റ് ഈ വാളിൽ നമ്മൾ ശരിക്കും ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ക്ലാഡിങ്ങിന്റെ ആ ഒരു ചെലവൊന്നുമില്ല. ഇത് പ്ലാസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ചെയ്തെടുത്തതാണ്. ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രീകാസ്റ്റ് കോൺക്രീറ്റിന്റെ ഡിസൈൻ ആണ്. അത് നമ്മൾ ചെയ്തെടുത്താണ്. ഒരു
കോട്ടും കൂടി കൊടുത്തിട്ടുണ്ട്, ക്ലിയർ കോട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ കുട്ടി ഫിനിഷ് ചെയ്യാതെ ഡയറക്റ്റ് ഡിസൈൻ ചെയ്ത് ഡിസൈനിങ് അല്ല ആക്ച്വലി അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആ ഹോൾസും ഗ്രൂവ്സും കൊടുത്ത് പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ഒരു ടെക്സ്ചർ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിട്ട് ഒരു ചെറിയ ഗ്രൂവ്സും അതിന്റെ ഡിസൈനും കൊടുത്ത് ഫിനിഷ് ചെയ്ത് അതേ ആ ഒരു തീമിലാണ് നമ്മൾ ടൈലെല്ലാം വർക്കൗട്ട് ചെയ്യുന്നത്. ടൈലെല്ലാം അതെ 2x2ന്റെ സിമെന്റ് ഫിനിഷ് മാറ്റ് ടൈലാണ്. ഈ ഒരു ഏരിയ നമ്മൾ ഒരു കോൺട്രാസ്റ്റ് കൊടുത്തെന്ന് പറഞ്ഞാല് വരുന്ന വഴി, അതായത് സർക്കുലേഷൻ സ്പേസ് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുത്തതാണ്. ബ്ലാക്ക് വൈറ്റ് നമ്മൾ കിച്ചണിൽ കണ്ടതുപോലെ ബ്ലാക്ക് വൈറ്റ് സിമെന്റ് ബ്രിക്ക് കോമ്പിനേഷൻ ആണ് കൂടുതൽ കയറിയിരിക്കുന്നത്. വുഡും അതുമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നതാണ് ആ റൂഫിന് കൊടുത്തിരിക്കുന്ന പെയിന്റിന്റെ. അതെ അതെ അതെ. ഇത് പാനൽസ് തന്നെയല്ലേ? പീസസ് വുഡൻ പീസ് ആണോ പാനൽ? അതെ, ഇത് വുഡൻ പീസ് ആണ്. ടീക്ക് വുഡ് ആണ്. സ്റ്റീൽ സ്റ്റെയർ ആണ്. നല്ല സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈൻ. അതെ അതെ. അപ്പോ മറ്റേ പൈപ്സ് കൊടുത്തിട്ട് അതിന് പുറത്ത് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇത് ബോക്സ് സെക്ഷൻ ആണ്. ബോക്സ് സെക്ഷൻ ആണ്. ഇതിന്റെ അടിയിൽ കാണാൻ പറ്റും. ഈ ബോക്സ് സെക്ഷന്റെ മേളില് ക്ലാഡ് ചെയ്തേക്കാണ്. സ്ലീക്ക് ആയത് അതിന്റെ മേളില് ഒരു ഫുൾ പീസ് ആണ്. പൈപ്സ് അല്ല, ഫുൾ മേളിൽ നോക്കി അറിയാൻ പറ്റും. ഫുൾ പീസ് കൊടുത്തിട്ട് അതിന് പുറത്താണ് ഇത് ലേ ചെയ്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം സ്ട്രോങ് ആണ്. അതെ അതെ, തീർച്ചയായിട്ടും. ബോക്സ് സെക്ഷൻ കൊടുത്തിട്ട് ബോക്സ് സെക്ഷൻ ആണ് അതിന്റെ സ്ട്രക്ചറൽ മെമ്പർ. വുഡ് അല്ല, അപ്പൊ സ്ട്രോങ് ആണ്. സ്ട്രെങ്ത്തിന് പ്രോബ്ലം ഒന്നും ഇല്ല. ഇത് 12mm MS റോഡാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഹാൻഡ് റെയിലും ടീക്ക് വുഡ് തന്നെയാണ്. ടീക്ക് വുഡ് ഇത് ഓരോ ക്ലയന്റ് പ്രൊഫൈലിനനുസരിച്ച് വുഡും ഇതിന്റെ യൂസേജും മാറും എന്നുള്ളത് എന്റെ ഒരു എക്സാമ്പിൾ ആണ്. നമ്മള് മുന്നത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പൈൻ വുഡ് ആയിരുന്നു യൂസ് ചെയ്യുന്നത്. ഇതിൽ ടീക്ക് വുഡ് ആണ്. കാരണം പറഞ്ഞാൽ ഇവിടുത്തെ യൂസേജ്, ഇവിടെ മെയിൻ്റെനൻസ് ഒരു പ്രോബ്ലം ആയിട്ട് വരും. അതിൽ സജസ്റ്റ് ചെയ്യാൻ നമുക്ക് പൈൻ വുഡ് ഒരിക്കലും സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ലാൻഡിംഗ് സ്പേസിന് അടിയിലായിട്ട് നമ്മൾ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റും. ഓപ്പണബിൾ ആണ്. അത് ആ ഒരു ഏരിയ യൂസ് ചെയ്തതാണ്. സ്റ്റേഴ്സും നല്ല സ്റ്റെബിലിറ്റി ഉള്ള, സ്റ്റെപ്സിൽ നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്. ചിലടത്ത് പോകുമ്പോൾ ആ ഒരു ശബ്ദം കേൾക്കും, നമുക്ക് ഫീൽ ചെയ്യുമല്ലോ ഒട്ടും സ്ട്രോങ് അല്ല എന്നുള്ളത്. പക്ഷെ ഇത് നല്ല സ്റ്റേർഡി ആയിട്ട് സ്ട്രോങ് ആയിട്ട് ഫീൽ ഉണ്ട്. ഈ ഏരിയ നിന്നാണ് വിൻഡ് വരുന്നത് നമ്മൾ പറഞ്ഞത് നേരത്തെ. സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ ആണ്. ആ സൈഡാണ് നമുക്ക് കടലുള്ളത്. അപ്പൊ ഈ വിൻഡ് കയറി ഈ സൈഡിലെ താഴത്തെയും വിൻഡ് കയറി ഇതിന്റെ ആ സൈഡിലുള്ള ജനലിൽ കൂടെ പുറത്തു പോകണം. ക്രോസ് വെന്റിലേഷൻ, ആ ഒരു ക്രോസ് വെന്റിലേഷൻ പ്രോപ്പർ ആവണം. പ്രത്യേകിച്ച് ഹ്യൂമിഡിറ്റി ആണല്ലോ കേരളത്തിൽ. എല്ലായിടത്തും ചൂട് കുറവുള്ള സമയങ്ങളിലും നമുക്ക് ചൂട് ഫീൽ ചെയ്യുന്നതിന്റെ ഒരു റീസൺ ആണ് ഹ്യൂമിഡിറ്റി. അപ്പൊ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് എയർ സർക്കുലേഷൻ പ്രോപ്പർ ആക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു വിൻഡോ വെട്ടത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു വിൻഡോ ആണ് കൊടുത്തേക്കുന്നത്. ഒരുപാട് വലിപ്പമില്ല. കാരണം ആ ഒരു സൈഡ് സദേൺ സൈഡാണ് വരുന്നത്. വിൻഡോ ഇവിടെ വലിപ്പം കുറയാനുള്ള റീസണും നമ്മളുടെ ഡയറക്ഷൻ അനുസരിച്ചാണ് വിൻഡോയുടെ പ്ലേസ്മെന്റും. ഫ്രണ്ടിലെ വിൻഡോ അതെ അതെ, വലിപ്പവും വരുന്നത് ഡയറക്ഷൻ അനുസരിച്ച് തന്നെയാണ് വിൻഡോ ചെയ്യേണ്ടത്. കാരണം സദേൺ ഏരിയയിൽ വിൻഡോ പ്ലേസ്മെന്റ് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. അത് എല്ലാ പ്രൊജക്റ്റിലും നമ്മൾ ശ്രദ്ധിക്കാറുള്ളതാണ്. സദേൺ ഏരിയ വാൾ എക്സ്പോസ് ചെയ്ത് വരുന്നത് നല്ല രീതിയിൽ വീട്ടിൽ ചൂട് കൂട്ടും. അപ്പോൾ വലിയ വിൻഡോസിന്റെ ഒക്കെ പ്ലേസ്മെന്റ് അവിടെ ഒന്ന് ശ്രദ്ധിച്ച് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അഥവാ നമ്മൾ സൗത്ത് ആൻഡ് വെസ്റ്റ് സൈഡും അതുപോലെ തന്നെയാണ്. ഹീറ്റ് ഗെയിൻ ആ ഒരു വാൾ ത്രൂ കൂടുതലായിരിക്കും. അപ്പോൾ കൊടുക്കാൻ പാടില്ല എന്നുള്ളതല്ല, കൊടുത്താലും നമ്മൾ അതിന് ചൂട് കുറയ്ക്കാനുള്ള റെമഡീസും കൂടെ ചെയ്തിട്ട് വേണം കൊടുക്കാൻ. ഇവിടെ 2 ബെഡ്റൂം ആണുള്ളത്. ഒരു മാസ്റ്റർ ബെഡ്റൂമും ഒരു അഡീഷണൽ ഗസ്റ്റ് ബെഡ് എന്നുള്ള രീതിയിലേക്കാണ്. ഇത് നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂം ആണ്. ഒരു വാൾ ഫുള്ള് നമ്മൾ വാർഡ്രോബിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബെഡ് ഹെഡിന്റെ 2 സൈഡിലുമായിട്ടാണ് സ്വിച്ചസും 2 വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ ഫ്രണ്ട് സൈഡിലേക്ക് ഓപ്പൺ ചെയ്യുന്ന, നമ്മളുടെ പാറ്റിയോ ഏരിയയിലേക്ക് ഓപ്പൺ ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു ബേ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇരുന്നാലും നമുക്ക് ആ പാറ്റിയോ കാണാൻ പറ്റും. ആ ഒരു കുഞ്ഞിനൊക്കെ ഇരുന്ന് കളിക്കാനും ഒക്കെ ഉള്ളൊരു സ്ഥലമായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വൈഡർ ആയിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ആ വ്യൂ കിട്ടുകയും ചെയ്യും. അതെ, ഇതൊരു കോർണർ ആയിട്ടാണ് ഈ വിൻഡോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഏരിയയിലും കൂടെ വ്യൂ കിട്ടുന്ന രീതിയിൽ ഒരു കോർണർ വിൻഡോ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ചെറിയ 2 വിൻഡോസ് അപ്പുറവും ഇപ്പുറവും കൊടുത്തിട്ടുണ്ട്.
കാരണം ആ വിൻഡും നമ്മൾക്ക് കളയാൻ പറ്റില്ലായിരുന്നു, ആ വിൻഡ് ക്യാപ്ചർ ചെയ്യണമായിരുന്നു. അവിടെയും വിൻഡോയുടെ ഇവിടെ ബെഡ് ഹെഡ് ഇങ്ങനെ വന്നെങ്കിലും അവിടെയും വിൻഡോയുടെ ആവശ്യം ഉണ്ടായിരുന്നു. ഇവിടെ ഇതിനൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റിലേക്ക് കയറുന്നത് ഒരു ഫോയർ ത്രൂ ആണ്. ആ ഫോയറിൽ നമ്മളൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു മിററും കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് യൂണിറ്റ് കഴിഞ്ഞതിന് ശേഷം ടോയ്ലറ്റ് ആക്സസ് ചെയ്യാം അങ്ങനെ. അപ്പോൾ ബെഡില് കിടക്കുമ്പോൾ ഇവിടെ മാസ്റ്റർ ബെഡ്റൂം ആയ കാരണം ഇതിനൊരു പ്രൈവസി ഉണ്ട്. ഈ ബെഡിൽ നിന്ന് ഡയറക്റ്റ് ചിലർക്ക് അങ്ങനെ ഒരു ടോയ്ലറ്റ് ഡോർ കാണുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് പറയാറുണ്ട്. അതെ അതെ. ഈ ഏരിയയിൽ നമ്മളൊരു മുകളിലാണ് ഹിഞ്ച് കൊടുത്തേക്കുന്നത്, മേളിലേക്ക് തുറക്കുന്ന ഒരു വിൻഡോ ആണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഒരു സൈഡിൽ നമ്മൾക്ക് ഒരു പിൻ വാൾ ഉണ്ട്. അപ്പൊ പിൻ വാൾ കഴിഞ്ഞിട്ട് പിൻ വാളിലേക്ക് ചെന്ന് ഇടിക്കാണ്ടിരിക്കാനുള്ള പർപ്പസിനും ആയിട്ടും കൂടിയാണ് നമ്മൾ മുകളിലെ ഹിഞ്ച് കൊടുത്ത് ചെയ്തേക്കുന്നത്. ആ സെയിം സ്റ്റൈൽ അപ്പുറം എനിക്ക് അവിടെയും ആ വാൾ ഉണ്ടല്ലേ? അവിടെയും സെയിം വാൾ ഉണ്ട്. നെക്സ്റ്റ് ബെഡ് അല്ലേ? പിന്നെ നമ്മൾ ചെയ്തേക്കുന്നത് വാർഡ്രോബ് ചെയ്തേക്കുന്നത് പ്ലൈയില് ലാമിനേറ്റ് ആണിത്. പ്ലൈയില് വെനീർ നമുക്ക് ചെയ്യാൻ പറ്റും, ലാമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ലാമിനേറ്റ് ആണ്, ലാമിനേറ്റ് ഫിനിഷ് ആണ്. വുഡിന്റെ ഒരു ടെക്സ്ചർ ഉള്ള ലാമിനേറ്റ് ഫിനിഷ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ മിനിമൽ ആയിട്ടുള്ള ഡിസൈൻ ആണ്. ഡിസൈൻ എന്ന് പറയാനൊന്നുമില്ല, യൂട്ടിലിറ്റി ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് ഇൻ ഡിസൈൻസ്. ബെഡ് ഇത് നമുക്ക് 2 കിങ് സൈസ് ബെഡ് ആണ് ഇപ്പോൾ കിടക്കുന്നത്. പക്ഷെ ഇത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, 2ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. 2 ബെഡാണ് അടുപ്പിച്ചിട്ടേക്കുന്നത്, 2ആയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വന്നാലും 2ആയിട്ട് യൂസ് ചെയ്യുന്ന, എപ്പോഴെങ്കിലും ഇത് കിഡ്സ് ബെഡ് ആകുന്ന സമയത്തേക്ക് മാറ്റാനുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. എല്ലാ ബെഡ്റൂംസും അറേഞ്ച് ചെയ്യുന്നത് നമ്മൾ കിങ് സൈസ് ബെഡിന് വേണ്ടിയിട്ട് തന്നെയാണ്. കിങ് സൈസ് ബെഡും സൈഡ് ടേബിൾസിനും വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ഓരോ കൺവീനിയൻസ് അനുസരിച്ചിട്ടും ചിലപ്പോൾ ചിലയിടത്ത് സിംഗിൾ ബെഡിലേക്ക് മാറും. അത് നമ്മൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റി, പക്ഷെ എന്നാലും കിങ് സൈസിനുള്ള പ്രൊവിഷൻ നമ്മൾ ഇടും. നെക്സ്റ്റ് ബെഡ് അല്ലേ? ഇതൊരു ഗസ്റ്റ് ബെഡ് എന്നുള്ള രീതിയിലേക്കാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബെഡിന്റെ സൈസ് ആയാലും ചെറുതാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ്സ് ഒരു സൈഡ് ഫുൾ വാർഡ്രോബ്സും വിൻഡോസ് ക്രോസ് വെന്റിലേഷൻ കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് തന്നെയാണ്, ടോയ്ലറ്റ് സെയിം സൈസ് തന്നെയാണ്. ഇവിടെ ഇനിയും വേണമെങ്കിൽ ഇപ്പൊ ഒരു സ്റ്റഡി ടേബിളോ അങ്ങനത്തെ യൂണിറ്റ്സ് ആക്സസ് ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്ഥലമുണ്ട്. നമ്മൾ ഈ ഒരു ഏരിയ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്യാപ്പ് കൊടുക്കുന്നതിന്റെ ഒക്കെ കാര്യം എന്ന് പറഞ്ഞാൽ, ബെഡ്റൂംസിൽ നമ്മൾ ഈ വാളിനോട് ചേർന്നിട്ട് വിൻഡോ വെക്കുന്നതാണ് സാധാരണ പതിവ്. നമ്മൾ ഈ ഒരു 60 മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും വേണമെങ്കിൽ ഇവിടെ സ്റ്റഡി ടേബിൾ ഇടാം. അതിന് വേണ്ടിയിട്ടുള്ള സ്വിച്ച് പ്രൊവിഷനും സോക്കറ്റ് പ്രൊവിഷനും ലാപ്ടോപ്പ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ അതിനുള്ള പ്രൊവിഷൻ എപ്പോഴും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിലേക്കും എന്തെങ്കിലും ഫ്ലെക്സിബിലിറ്റിയും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം, ഈവൻ വിൻഡോയുടെ പ്ലേസ്മെന്റ് പോലും അത് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ കൂടെ വീട്ടുകാർ തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. ചേച്ചി അബുദാബിയിലായിരുന്നു, ഇപ്പോൾ ലീവിന് ചേച്ചി മോനും ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് അവരോടും കൂടി ചോദിക്കാം. ചേച്ചി, ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഇങ്ങനെ തന്നെ വീട് വേണം, ഈ ഒരു സ്റ്റൈലിൽ വേണം എന്നുള്ളത്? ഇങ്ങനെ തന്നെ വേണമെന്നുണ്ടായിരുന്നു ആഗ്രഹം. ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ റിക്വയർമെന്റ്സ്. അനുവിൻ്റെ അടുത്ത് പറഞ്ഞു, അതേ കണക്ക് അനു ചെയ്തു. നിങ്ങളെ ഹസ്ബൻഡും വൈഫും ഒരുപോലെ ഇങ്ങനെ തന്നെ വേണം ഈ ലൈഫ്? നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവും. ഓരോ സബ്ജക്റ്റീവ് ആണല്ലോ ചില സെൻസസ്, എസ്തെറ്റിക് സെൻസസ്. ഇവരുടെ പക്ഷെ ഒരേ ഇഷ്ടമുള്ള ഫാമിലി ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് ഈസി ആയിരുന്നു. ഇങ്ങനെയുള്ള ഒരു സ്റ്റൈലിൽ ശരിക്കും ക്ലീനിങ് ഒരു കൺസേൺ വരാറുണ്ട്. കാര്യം ഇത്രയും ഗ്രൂപ്പ്സ് കൊടുക്കുമ്പോൾ ഇതിനിടയിൽ ഡസ്റ്റ് ഇരിക്കാനും പിന്നെ അങ്ങനെ ഒരു ക്ലീനിങ് കൺസേൺസും വരാറുണ്ട്. അപ്പോൾ അത് ഓക്കെ ആണ്? അതെങ്ങനെയാണ്? ഇഷ്ടികയുടേതായിട്ടുള്ള ഒരു പൊടി വരാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ക്ലിയർ കോട്ട് ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് നമ്മൾ ഇഷ്ടിക ഇങ്ങനെ കൊടുത്തതിന് റീസൺ എന്ന് പറഞ്ഞാൽ ചൂടിന്റെ ഒരു കാര്യം കൊണ്ടുണ്ട്.
എപ്പോഴും നമ്മൾ റെഡ് ബ്രിക്ക് കൊടുക്കുമ്പോഴേക്കും ചൂട് കുറയും എന്ന് പറയും. പക്ഷെ റെഡ് ബ്രിക്ക് കൊടുത്തിട്ട് പ്ലാസ്റ്റർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ റെഡ് ബ്രിക്കിൻ്റെതായിട്ടുള്ള യാതൊരു ഗുണങ്ങളും ആ ഒരു മെറ്റീരിയൽ എക്സിബിറ്റ് ചെയ്തില്ല. അതായത് ബ്രിക്ക് ക്ലേ മെറ്റീരിയൽ, ക്ലേ ആയത് കാരണം, അതായത് പോറസ് ചെറിയ കുഴികൾ, സുഷിരങ്ങൾ ഉള്ളത് കാരണമാണ് അത് ചൂട് കുറയ്ക്കാനുള്ള. ക്ലേ മെറ്റീരിയൽ ഏത് തന്നെ ആയാലും, ഓടായാലും ഇങ്ങനെയുള്ള ഇഷ്ടികയായാലും എല്ലാം, പുറത്തും ബ്രിക്സ് ആയാലും, ഇതിന്റെ എല്ലാം പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പുറത്തും ബ്രിക്സിന് മെയിൻ്റെനൻസ് കുറച്ചുകൂടി കൂടുതലാണെന്ന് തോന്നുന്നു. മെയിൻ്റെനൻസിന്റെ ഈ പൊടിയുടെ കാര്യം ഒരു കൺസേൺ ആണ്. എപ്പോഴും എക്സ്പോസ് ചെയ്യുമ്പോഴേക്കും പൊടിയുടെ കാര്യം ഒരു കൺസേൺ ആണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ബെഡ്റൂംസിൽ എക്സ്പോസ്ഡ് ബ്രിക്ക് പോവാറില്ല. അത് പ്ലാസ്റ്റർ ചെയ്ത് തന്നെ, എന്നാലും കാരണം ബെഡ്റൂംസിൽ പൊടി ഒരു കൺസേൺ ആകും എന്നുള്ള റീസൺ കാരണം. അപ്പോൾ ഇത് ചൂടിൻ്റെതാണ്. ചൂടൊരു ആസ്പെക്റ്റ് ആയത് കാരണം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ബ്രിക്ക് എക്സ്പോസ് ചെയ്ത് തന്നെ കൊടുത്തേക്കുന്നത്. ഈ പ്രകൃതിയുടെ ഭംഗി എങ്ങനെ നമുക്ക് മൊത്തത്തിൽ നല്ല രസമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ബിൽഡിങ്സ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ഈ വീട്ടിൽ കണ്ടത്. ഇവിടെ ഈ ഒരു പ്രകൃതിയുടെ ഭംഗി മാത്രമല്ല, എത്രത്തോളം ലൈറ്റും എയറും ആ ഒരു ക്രോസ് വെന്റിലേഷനും, അതുപോലെ നമ്മളോട് അനു പറഞ്ഞതുപോലെ കുറേ കൺസേൺസ്, ഇതെല്ലാം ശ്രദ്ധിച്ച് നമുക്ക് എങ്ങനെ ഒരു ബിൽഡിംഗ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീട്ടിൽ കണ്ടത്. ഇതുപോലെ ഒരു വ്യത്യസ്തമായ വീടിൻ്റെ വ്യത്യസ്തമായ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.